11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുവാൻ പോവുകയാണ്. Brother can help me in reading. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നും വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോകുകയും ചെയ്യുന്നു. മുള്ളിനടിയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. നല്ല മണ്ണിനുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. So here we have 4 types of people. ഇവിടെ നമുക്ക് 4 തരത്തിലുള്ള ആൾക്കാരെ കാണുവാനായിട്ട് സാധിക്കും. But we can also consider this characteristics. Sometimes we find it in one heart too. എന്നാൽ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ 4 സ്വഭാവവും ഒരേ ഹൃദയത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. So today we are going to take this parable as if it is the condition of every heart or a single heart. ഇന്ന് നാം ഈ ഉപമ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള 4 സ്വഭാവ തലങ്ങൾ എന്ന നിലയിലാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. The first condition of the heart mentioned over here is of a wayside heart. ഒന്നാമത്തെ ഹൃദയ നിലവാരം എന്നുള്ളത് വഴിയരികെയുള്ള ആ തരത്തിലുള്ള ഒരു ഹൃദയമാണ്. The second is a rocky heart. രണ്ടാമത്തേതെന്ന് പറയുന്നത് പാറമേലുള്ള അല്ലെങ്കിൽ പാറമേലുള്ള നിലം പോലെയുള്ള ഒരു ഹൃദയ നിലവാരം. And the third is a heart which is full of thorns and bushes. മൂന്നാമതായിട്ട് മുള്ളുകളും അതുപോലെയുള്ള ചെടികളും നിറഞ്ഞ ആ നിലവാരത്തിലുള്ള ഒരു ഹൃദയം. And the fourth is of a good ground. നാലാമത് നല്ല മണ്ണുള്ളതായ ഒരു നിലം. Now I would request that you may give your undivided attention, for the direction in which we are going to go is not normally what we learn from these portions. നിങ്ങളുടെ ഏകാഗ്രമായ ഒരു ചിന്തയും ഒരു ഏകാഗ്രതയും ഈ വിഷയത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നാം ഒരിക്കലും ചിന്തിക്കാത്ത നിലയിലുള്ള ഈ ഉപമയിൽ നിന്നും ചിന്തിക്കാത്ത ഒരു തരത്തിലേക്കാണ് നാം പോകുന്നത്. What I wanted to say first is that have you or do you know that your heart is also having all these 4 characters? ഞാൻ നിങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഹൃദയത്തിൽ ഈ 4 നിലവാരങ്ങളും ഈ 4 സ്വഭാവങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Have it ever happened the word spoken to you is been completely taken away by somebody or something? പലപ്പോഴും നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം ഏതെങ്കിലും ഒരു വ്യക്തിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണത്താലോ പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Yes, of course. There are thousands of messages which we completely ignore in our own life. നമ്മുടെ തന്നെ ജീവിതത്തിൽ നാം എത്രയോ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ നാം പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയുന്ന നിലയിലുള്ളതുണ്ട്. There have been instances where sometimes we like the message, we take it in, but after some time when problems and storms come in life, we again forget what we learned. പലപ്പോഴും നല്ല സന്ദേശങ്ങൾ കേട്ട് നമുക്ക് ഇഷ്ടമുള്ള സന്ദേശങ്ങൾ കേട്ട് നാം ആ ഒരു സമയത്തേക്ക് അത് ഉൾക്കൊള്ളുകയും എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പൂർണ്ണമായി മറന്നു കളയുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. So we too have a heart which here it as described as the rock side heart. അതുകൊണ്ട് നമുക്കും ആ പാറമേലുള്ള അല്ലെങ്കിൽ പാറയുടെ അനുഭവമുള്ള ആ തരത്തിലുള്ള ഒരു ഹൃദയം നമുക്കുമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Now the third seems to be very much in line with our heart, which is full of thorns and bushes. മൂന്നാമത്തേത് പലപ്പോഴും നമ്മുടെ ഹൃദയവുമായിട്ട് വളരെയധികം അടുത്തു നിൽക്കുന്ന സ്വഭാവമാണ് മുള്ളുകളും അതുപോലെ തന്നെ ചെടികളും നിറഞ്ഞ നിലയിലുള്ള ഒരു അനുഭവം. Because there about the thorns, the Lord himself interprets as cares and riches and pleasures. നമുക്കറിയാം കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മുള്ളുകൾ എന്താണ്, നമ്മുടെ ധനവും നമ്മുടെ
ഭോഗങ്ങളും ഈ ലോകത്തോടുള്ള നമ്മുടെ ആ ചിന്തകളും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. But we too have the good ground experience, because that's how we got saved. That's how we are here. We too have the good ground experience. എന്നാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ആ നല്ല മണ്ണിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ടാണ് നാം വചനം കേട്ടിട്ട് കർത്താവിനെ അംഗീകരിച്ചതും രക്ഷിക്കപ്പെട്ടതും. I would bring Peter into our discussion as one best example of having all the 4 characters in this one heart. ഈ ഒരേ ഹൃദയത്തിൽ തന്നെ ഈ 4 സ്വഭാവങ്ങളുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പത്രോസിനെ ഒരു നല്ല ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. Peter completely forgot the fact that the Lord spoke to him that the Lord will die and resurrect. കർത്താവ് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നുള്ള തന്നോട് പറഞ്ഞ ആ വസ്തുത പൂർണ്ണമായിട്ടും പത്രോസ് മറന്നുപോയി. So we see that his heart has this wayside character. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അവന്റെ ഹൃദയത്തിന് ആ വഴിയരികെയുള്ള ആ നിലത്തിന്റെ സ്വഭാവമുണ്ട് എന്ന് ചിന്തിക്കുവാൻ കഴിയും. And then again, when we look at his heart, we also see that he was adamant with the Lord. He was saying that I will never deny you, even if everybody would deny you. Very much a rocky heart was found in Peter. അത് മാത്രമല്ല, പത്രോസിന്റെ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ വളരെ കടുംപിടുത്തമുള്ള ഒരു മനോഭാവം തനിക്ക് ഉണ്ടായിരുന്നു. താൻ കർത്താവിനോട് പറയുകയാണ്, മറ്റെല്ലാവരും തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്നുള്ള ആ ഒരു സ്വഭാവം, ആ പാറകളുള്ള ആ നിലത്തിന്റെ സ്വഭാവം പത്രോസിനുണ്ടായിരുന്നു. And then his heart was full of thorns when we, or cares, or about about anxiety. We see that because of that he went fishing even after the Lord's resurrection. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷവും തന്റെ ഉള്ളിൽ ആ ചിന്തകളും അതുപോലെയുള്ള ആകാംക്ഷ നിറഞ്ഞ ജീവിതമായിരുന്നുകൊണ്ട് താൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം മത്സ്യം പിടിക്കുവാൻ പോകുന്നതായിട്ട് നാം കാണുന്നു. And the 4th is a good ground, and we too see Peter had a good heart where he yielded a lot and the Lord was benefited. എന്നാൽ തന്റെ ജീവിതത്തിലും തനിക്കും ഒരു നല്ല ഹൃദയമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവിന് ആവശ്യമുള്ളപ്പോൾ പൂർണ്ണമായി അതിന് കീഴ്പ്പെട്ട് കർത്താവിനെ ഉൾക്കൊള്ളുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Now I am going to ask you a very simple question. വളരെ ലളിതമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ പോവുകയാണ്. Do you agree with me if I say that most of us or all of us have all the 4 characters in our heart? നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഈ 4 സ്വഭാവങ്ങൾ എല്ലാം അല്ലെങ്കിൽ 4 സ്വഭാവങ്ങളിൽ പലതും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് യോജിക്കുമോ? And if you don't agree, I think we need not to come tomorrow then for the class. നാം അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ നാളെ ഈ ക്ലാസ്സിലേക്ക് വരേണ്ട ആവശ്യമില്ല. You know, my problem is that I am from the defense background. എന്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ പൂർണ്ണമായ ഒരു സൈന്യ സേവനത്തിന്റെ ആ ഒരു പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. I preach as if I am requesting, but if I am denied, I will be ordering. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന തരത്തിലാണ് ഞാൻ പലപ്പോഴും സന്ദേശങ്ങൾ കൊടുക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ഒരു ആജ്ഞയുടെ ശബ്ദം എന്നിൽ നിന്ന് വരുവാനുള്ള സാധ്യതയുണ്ട്. You know, in Navy, we are cordially invited for parties, but if you are late, we are punished thoroughly next day. നേവിയിൽ സാധാരണയായിട്ട് ഞങ്ങളെ വളരെ ഹൃദ്യമായിട്ട് പാർട്ടികൾക്ക് ക്ഷണിക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ അതിന് പോയില്ലെങ്കിൽ പിറ്റേ ദിവസം അതിന് ശിക്ഷ ഉറപ്പാണ്. So that would be, the kind of method I will be applying on my beloved brethren. ആ ഒരു തരത്തിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്വഭാവമായിരിക്കും ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോടും ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. I think sometimes we can find John the Baptist doing the same. He said to everyone, repent and repent. And when somebody repented, he would address them serpents. ഇതേ ഒരു സ്വഭാവം തന്നെയാണ് യോഹന്നാൻ സ്നാപകനും ചെയ്തത്. അദ്ദേഹം ജനങ്ങളോട് മാനസാന്തരപ്പെടുക എന്ന് പറയുകയും അവർ ആ നിലവാരത്തിൽ എത്താഞ്ഞപ്പോൾ അവരെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. No, brother, when they repented only he called them serpents. അവർ മാനസാന്തരപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അവരെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്. And if you have doubt, you don't have to go home back, but as soon as the Zoom meeting is over, you can double check what I said. നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി മടങ്ങിപ്പോയി അന്വേഷിക്കേണ്ട അനുഭവമില്ല. നിങ്ങൾക്ക് സൂം അവസാനിക്കുമ്പോൾ തിരുവചനം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. So now we have
these 4 characters over here. ഇവിടെ ഈ 4 സ്വഭാവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Now one more question. ഒരു ചോദ്യം കൂടി. Out of this 4, we know the good ground gave a wonderful yield or fruit. ഈ 4 സ്വഭാവങ്ങളിൽ നമുക്കറിയാം ആ നല്ല നിലം വളരെ മികച്ച ഒരു ഫലം അല്ലെങ്കിൽ നല്ല ഫലം കൊടുത്തു എന്ന് നമുക്ക് അറിവുള്ളതാണ്. But among the other 3 hearts, other 3 seeds or other 3 grounds, did any of them bear fruit? എന്നാൽ മറ്റ് 3 നിലങ്ങൾ അഥവാ മറ്റ് 3 നിലവാരത്തിലുള്ള ഹൃദയങ്ങൾ എന്തെങ്കിലും ഫലം പുറപ്പെടുവിച്ചുവോ? Can I get a response? Now I know that I am speaking to brethren people. ഇപ്പോൾ എനിക്കറിയാം ഞാൻ വേർപാടുകാരോടാണ് ബ്രദറുകാരോടാണ് സംസാരിക്കുന്നത്. Well, we find that there is one more. The seeds which fell among the bushes and the thorns, they too bear fruits. എന്നാൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ മുള്ളിനടിയിൽ വീണ വിത്തുകൾ ഫലം കൊടുക്കുവാൻ അല്ലെങ്കിൽ ഫലം കായ്ക്കുവാൻ ഇടയായിട്ട് തീർന്നു. We are going to read that verse from verse 14. ആ 14ാമത്തെ വാക്യം നാം വായിക്കുവാൻ പോവുകയാണ്. Now the ones that fell, yeah, please. മുള്ളിനടിയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. So this verse says, especially in English it's written, and bring no fruit to maturity. എന്നാൽ ഇംഗ്ലീഷിൽ അതിന്റെ പരിഭാഷ എന്നുള്ളത് പക്വമായ നിലയിലേക്ക് ഫലം കൊടുക്കുവാൻ സാധിക്കാത്ത ഒരു അനുഭവമാണ് അവർക്ക് സംഭവിക്കുന്നത്. That means they had fruit. അതിന്റെ അർത്ഥം അവർക്ക് ഫലം ഉണ്ടായിരുന്നു. But those fruit did not ripe or they did not grow fully. എന്നാൽ ആ ഫലം ഒരു പൂർണ്ണമായ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ പാകമായ ഒരു അനുഭവത്തിലേക്ക് അത് വളർന്നു വന്നില്ല. But this night we are going to focus on an entirely different group now. എന്നാൽ ഇന്ന് രാത്രികാലം നാം വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ പോകുകയാണ്. We are going to look at the weeds this night. ഇന്ന് നാം കളകൾ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുവാൻ പോകുകയാണ്. We are going to look at these thorns and bushes tonight. ഇന്ന് രാത്രികാലം നാം ആ മുൾച്ചെടികളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് പോവുകയാണ്. On the wild plants. കാട്ട് ചെടികളുടെ ഇടയിൽ. The reason why we are focusing on them is that we as believers might have wondered many times that how come other people who are religious or fanatic or even terrorists, they are able to yield better than us for their religion and faith. പലപ്പോഴും വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം ചിന്തിക്കാറുണ്ട്, നമ്മേക്കാൾ മതഭ്രാന്തരായ മതഭക്തിയുള്ള മതത്തോട് അമിതമായ അടുപ്പം കാണിക്കുന്നവർ എങ്ങനെ നമ്മേക്കാൾ ധാരാളമായിട്ട് അവരുടെ മതത്തിനു വേണ്ടി അവരുടെ നിലപാടിനു വേണ്ടി ധാരാളം ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുന്നു. You might have heard many who used to say that Catholic people, their devotion is something very much appreciable. നാം പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകാം, കത്തോലിക്ക വിശ്വാസികളുടെ ഭക്തി എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതാണ്. And some would say the Pentecostal people are good for zeal. എന്നാൽ പെന്തക്കോസ്തുകാരെക്കാൾ അവരുടെ ആ പാട്ടുകളും അവരുടെ ആ നിലയിലുള്ളതും വളരെ നല്ലതാണെന്ന് നാം പറയാറുണ്ട്. Some used to say if you have Catholic devotion, Pentecost zeal and brethren knowledge, you can be a wonderful believer. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് കത്തോലിക്കക്കാരുടെ ഭക്തിയും പെന്തക്കോസ്തുകാരുടെ ആ എരിവും ബ്രദറുകാരുടെ വചനപരിജ്ഞാനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല വിശ്വാസിയാകുവാനായിട്ട് സാധിക്കുമെന്ന്. But what I wanted to say is that today we are going to find the secrets that how come these wild plants are able to bear better and successfully even when they are not cared.
നമ്മൾ ഇന്ന് രാത്രികാലം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യാതൊരു വിധമായ പരിരക്ഷയും ഇല്ലാതെ ഈ കാട്ടുചെടികൾ എങ്ങനെയാണ് ഫലം കായ്ക്കുവാൻ അവർക്കിടയായിട്ട് തീരുന്നത്. The first statement which I am going to make is this: the fruit which they bear are not worth calling as fruits. ഒന്നാമത്തെ പ്രസ്താവന ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അവർ കായ്ക്കുന്ന ഫലമെന്നുള്ള നിലയിൽ വിളിക്കുവാൻ യോഗ്യമല്ല. And the Bible is very much committed and careful when it says about the fruit of the wild plants or the fruit of the flesh. Bible says it's not fruit, it's work. വളരെ വ്യക്തമായിട്ട് തിരുവചനം ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. കാട്ടുചെടികളുടെ ആ ഫലത്തെ അല്ലെങ്കിൽ ജഡത്തിന്റെ ആ ഫലത്തെ ഒരിക്കലും ഫലമെന്നല്ല തിരുവചനം വിവരിക്കുന്നത്, മറിച്ച് അതിനെ പ്രവർത്തികൾ എന്നാണ് തിരുവചനം വിവക്ഷിക്കുന്നത്. We will read a couple of verses first from Galatians 5 verse 19. നാം ചില വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകും. So now we understood that here these are the fruits of flesh. ഇവിടെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെയും ജഡത്തിന്റെ ഫലങ്ങളാണ്. Sorry, there have been a small problem with the net. ക്ഷമിക്കണം, ഇന്റർനെറ്റിൽ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. Okay, so now we are trying to understand that why the word of God does not call the fruits of the flesh as fruits. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ട് ദൈവവചനം ഈ ജഡത്തിൽ ഉളവായ ഫലങ്ങളെ ഫലങ്ങൾ എന്ന് വിളിക്കുന്നില്ല? Now, fruit is something, first of all, which is edible or which could be eaten. ഫലം എന്നുള്ളത് അതിനെ ആ നിലയിൽ വിളിക്കുന്നതിന്റെ കാരണം അത് ഭക്ഷിപ്പാൻ യോഗ്യമായതാണ്. അതുകൊണ്ടാണ് അതിനെ ഫലം എന്ന് വിളിക്കുന്നത്. So we have the fruit of the spirit also in this chapter. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, ഇതേ അധ്യായത്തിൽ തന്നെ ആത്മാവിന്റെ ഫലവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. So we have now listen to my wordings. I'm going to use the word fruit. We have the fruits of the flesh and we have the fruits of the spirit. നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധയോടെ എന്നെ ശ്രദ്ധിക്കണമേ. ഇവിടെ നമുക്ക് ജഡത്തിന്റെ ഫലങ്ങൾ കാണുവാൻ സാധിക്കും, അതുപോലെ തന്നെ ആത്മാവിന്റെ ഫലവും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Let's see whether we can eat the fruit of the flesh. ഇവിടെ ഈ ജഡത്തിന്റെ ആ ഫലം നമുക്ക് ഭക്ഷ്യയോഗ്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. The first fruit written over here is adultery. ഒന്നാമത്തെ ആ ഫലം ഇവിടെ ജഡത്തിൻ്റെതായി കൊടുത്തിരിക്കുന്നത് ദുർനടപ്പാണ്. And then fornication. അതിനുശേഷം അശുദ്ധി, uncleanness. അതിനുശേഷം ദുഷ്കാമം, അശുദ്ധി, അങ്ങനെ പോകുന്നു. So what we see is that none of the fruit of the flesh anybody can eat. It is always a nuisance and a problem. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ജഡത്തിൻ്റെതായ ഒരു ഫലവും നമുക്ക് ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അത് പ്രശ്നമുളവാക്കുന്നതാണ്. അത് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്നതല്ല. The fruit of the flesh, your brother cannot eat, your family cannot consume, your society cannot benefit, your department, your company, your nation, none can be benefited by the fruit of the flesh. Hence, the fruit of the flesh should be called as work. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ജഡത്തിന്റെ ഫലം
നമുക്ക് ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല, നമ്മുടെ കുടുംബത്തിന് അത് ഭക്ഷ്യയോഗ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലായിക്കൊള്ളട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കൊള്ളട്ടെ, ആർക്കും തന്നെ അത് ഉപയോഗിക്കുവാൻ പാകത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് അതിനെ ഇവിടെ പ്രവർത്തികൾ എന്ന് വിളിച്ചിരിക്കുന്നത്. You can look at each fruit of the flesh. None of them others can benefit of. ഇവിടെ നാം ഈ ജഡത്തിന്റെ ഓരോ ഫലത്തിലെയും നമുക്ക് നോക്കുവാൻ സാധിക്കും. ഇതുകൊണ്ട് ആർക്കും തന്നെ ഒരു പ്രയോജനവും ഉണ്ടാകുവാൻ പോകുന്നതിൽ അല്ല. Olden times, our grandfather, grandmother, they are very much practical people. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ വളരെ പ്രായോഗികമായ നിലപാടുകളുള്ളവരായിരുന്നു. So once I came back after playing cricket. ഒരു പ്രാവശ്യം ഞാൻ ക്രിക്കറ്റ് കളിച്ചതിന് ശേഷം മടങ്ങി വന്നപ്പോൾ, and I was so happy, I told to my grandmother, today I scored 50 runs in cricket. ഞാൻ വളരെ സന്തോഷത്തോടെ എന്റെ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ ക്രിക്കറ്റിൽ 50 റൺസ് ഞാൻ സ്കോർ ചെയ്തു. Then my grandmother said, "Ippo unna." That means after scoring 50 runs, will you be able to eat something? Will anything go into your stomach? അപ്പോൾ എന്റെ അമ്മച്ചി എന്നോട് പറഞ്ഞത്, നീ 50 റൺസ് കൊണ്ട് നിനക്ക് വയറ് നിറയ്ക്കുവാനായിട്ട് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കുമോ? So what she meant is that your hard work is not a fruit. It is something to be boasted upon, but nobody in the world can benefit from your 50 runs. ആ അമ്മച്ചി ഉദ്ദേശിച്ചത്, നിന്റെ ആ അധ്വാനം കൊണ്ട് നിനക്ക് യാതൊരു വിധമായ പ്രയോജനവും ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ നിനക്ക് അതിനെക്കുറിച്ച് മേന്മ പറയാം, എന്നാൽ ആർക്കും തന്നെ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു അധ്വാനമാണ് ചെയ്തത്, അതൊരു ഫലമല്ല. I think one of the financial crisis or issues which our India faces because of cricket only. ഞാൻ കരുതുന്നത് ഇന്ന് ഭാരതം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഒരു കാരണം എന്നുള്ളത് ക്രിക്കറ്റാണ്. Because lakhs of youths have wasted their life for becoming Tendulkar. കാരണം ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒരു തെണ്ടുൽക്കർ ആകാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. They did not become Ulkar. That tender thing is happening, but അവരുടെ ജീവിതത്തിൽ അവർ തെണ്ടുൽക്കർ ആകുന്നില്ല. അതിന്റെ ആ ടെൻഡ് എന്ന് പറയുന്ന അത്രയും ഭാഗം മാത്രമേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. What I wanted to say is that, dear brethren, in spiritual world also, we need to see whether I can be used for others, or am I edible a person for others. പ്രിയമുള്ളവരെ, ആത്മീയ തലത്തിൽ നാം ചിന്തിക്കേണ്ടത്, എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ, ഞാൻ മറ്റുള്ള ഒരു വ്യക്തിക്ക് എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ഫലങ്ങൾ ഭക്ഷ്യയോഗ്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Let's see the fruit of the Spirit. എന്നാൽ അതിനുശേഷം നാം ആത്മാവിന്റെ ഫലം ഒന്ന് പരിശോധിക്കുക. The first one is love. ഒന്നാമത്തേത് സ്നേഹമാണ്. Is it edible? അത് ഭക്ഷ്യയോഗ്യമാണോ? Oh, love is the most recipient thing. Even Hitler wants love. പ്രിയമുള്ളവരെ, സ്നേഹം എന്നുള്ളത് ഏറ്റവും സ്വീകരിക്കുവാൻ യോഗ്യമായ ഒരു കാര്യമാണ്. ഹിറ്റ്ലർ പോലും കാംക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സ്നേഹം എന്നുള്ളത്. The next is joy. രണ്ടാമത്തത് സന്തോഷമാണ്. Oh, if you laugh, even if the other person doesn't know why you're laughing, she may also laugh, or he may also laugh along with you. നിങ്ങൾ ചിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചിരിക്കുന്നതെന്ന് അറിവില്ലെങ്കിൽ പോലും അവരും ചിരിക്കുവാനിടയായിട്ട് തീരും. Sometimes in WhatsApp and all, small children's laughter comes as videos, and we just look at it and we start laughing. പലപ്പോഴും വാട്സപ്പിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ ചിരിക്കുന്ന വീഡിയോകൾ വരാറുണ്ട്. നാം അതിനെ ഒന്ന് നോക്കി നമുക്കും ചിരി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. What I wanted to say is that the fruit of the Spirit from top to bottom is fully acceptable, fully edible, fully nourishing. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ആത്മാവിന്റെ ഫലം എന്നുള്ളത് മുകൾ മുതൽ താഴെ വരെ എല്ലാം തന്നെ നമുക്ക് സ്വീകരിക്കുവാൻ പാകത്തിനുള്ളതാണ്, ഭക്ഷ്യയോഗ്യമാണ്, അതെല്ലാവർക്കും പ്രയോജനമുള്ളതാണ്. Actually, all these are the works of the Spirit, but since it qualifies to be a fruit, it is called as fruit. ഇതൊക്കെയും ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണെങ്കിലും
ഇതൊക്കെയും ഒരു ഫലമെന്ന് വിളിക്കുവാൻ യോഗ്യമായതുകൊണ്ടാണ് ഇതിനെ ആത്മാവിന്റെ ഫലമെന്ന് വിളിച്ചിരിക്കുന്നത്. So now we have learned the first lesson that we cannot call the fruits of the wild plants as fruits. നാം ഇവിടെ ഒന്നാമത്തെ പാഠം നാം പഠിച്ചത് ഒരിക്കലും ഒരു കാട്ടുചെടിയുടെ ഫലത്തെ നമുക്ക് ഫലമെന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുകയില്ല. Dear brethren, especially to the youths, let me ask you this question. What things, the things which you do in home or in school, you always need to know whether your works are fruitful or unfruitful. പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊള്ളട്ടെ. പ്രത്യേകിച്ച് യൗവനക്കാരോട്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നിങ്ങൾ സ്കൂളിലായിക്കൊള്ളട്ടെ ഭവനത്തിലായിക്കൊള്ളട്ടെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഫലവത്താണോ, ഫലഭൂയിഷ്ടമാണോ, അതോ ഫലമുളവാക്കാത്ത പ്രവർത്തനങ്ങളാണോ? You know, Ephesians chapter 5 verse 11, it says that have no fellowship with the unfruitful works of darkness. Unfruitful works of darkness. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ. Nishphalam, that means it's not fruitful, it's just a work, it's the work of darkness. അവിടെ നാം കാണുന്നത് നിഷ്ഫലം എന്നുള്ള ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം ഫലമല്ലാത്ത ഒരു അവസ്ഥ. അത് ഒരിക്കലും ഒരു ഫലമല്ല, അത് പ്രവൃത്തികൾ മാത്രമാണ്, അത് ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. So that is what these weeds and plants are actually producing. അതാണ് ഈ കളകളും ഇതുപോലെയുള്ള കാട്ടുചെടികളും ശരിക്കും കായ്ക്കുന്നത്. Now, most of you, those who are living in Gulf, may not have much idea about farming. ഗൾഫ് മേഖലയിൽ വസിക്കുന്ന നിങ്ങളിൽ പലർക്കും കൃഷിയെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകുകയില്ല. But yet I want to let you know, if you plant a tomato, എങ്കിലും നിങ്ങൾ അറിയുവാൻ വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തക്കാളിയുടെ ചെടി നടുകയാണെങ്കിൽ, and in and around there may be some bushes, അതിന്റെ ചുറ്റും ചില ചെറിയ സസ്യങ്ങൾ കാണും. These bushes, they bring their seeds or fruits within 1 week, within 2 weeks. എന്നാൽ ഈ തക്കാളി ചെടിയുടെ ചുറ്റുമുള്ള ഈ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ ഒരാഴ്ചക്കുള്ളിൽ അവരുടെ വിത്ത് അല്ലെങ്കിൽ അവയുടെ ഫലം പുറപ്പെടുവിക്കുവാനിടയായിട്ട് തീരും. While a tomato will take 2 to 3 months to bear something. എന്നാൽ ഒരു തക്കാളി ചെടിയാകട്ടെ 2 മുതൽ 3 മാസം വരെ എന്തെങ്കിലും കായ്ക്കണമെങ്കിൽ അത്രയും സമയം അതെടുക്കും. So the first secret of wild plants are that they bear their seeds and fruits very, very fast. ഈ കാട്ടുചെടികളുടെ ഒന്നാമത്തെ രഹസ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവയുടെ വിത്ത് അല്ലെങ്കിൽ ഫലം വളരെ വേഗത്തിൽ പുറപ്പെടുവിക്കും. See, that is what we see in religion. മതത്തിലും പലപ്പോഴും അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. They bear their fruit very fast. അവരുടെ ഫലം അവർ വളരെ വേഗത്തിൽ പുറപ്പെടുവിക്കുന്നു. Oh, a terrorist become a terrorist within 6 months. ഒരു തീവ്രവാദി ആകുന്നത് കേവലം 6 മാസം കൊണ്ടായിരിക്കും. But for a child of God to have the image of Christ, you may take a whole life. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതൽ ക്രിസ്തുവിന്റെ ആ അനുരൂപമായി തീരണമെങ്കിൽ ഒരുപക്ഷെ അവന്റെ ആയുസ് മുഴുവനും എടുത്തുന്നിരിക്കാം. To bear spiritual fruit is always a struggle from top to bottom. ഒരു ആത്മീയ ഫലം കായ്ക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമേറിയ ആയാസമേറിയ ഒരു വസ്തുതയായിട്ടിരിക്കുന്നു. But these weeds of sins in our life, or sins which we see in the Gentiles, they bear their fruit very, very fast. എന്നാൽ ഈ കളകളുടെ വിത്തുകൾ നമ്മുടെ ജീവിതങ്ങളിൽ കാണുന്നത് അല്ലെങ്കിൽ ജാതികളുടെ മധ്യേ നാം കാണുന്ന ഈ വിത്തുകളൊക്കെയും വളരെ വേഗത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. Now I am going to ask you a question. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുവാൻ പോവുകയാണ്. How are they able to bear fruit so fast? ഇത്രയും വേഗത്തിൽ എങ്ങനെയാണ് അവർക്ക് ഫലം കൊടുക്കുവാൻ സാധിക്കുന്നത്? That's a question we need to understand. നാം മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമായിട്ട് ഇതിരിക്കുന്നു. The reason is, it's not meant for others to benefit, it is only meant for propagation. അതിന്റെ ഒന്നാമത്തെ
അതിന്റെ കാരണം എന്നുള്ളത് അത് ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടിയല്ല, മറിച്ച് അത് തന്നെത്താൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ആ നിലയിൽ ഫലം പുറപ്പെടുവിക്കുന്നത്. You see, when we learn about spiritual things, let it be the gift of the spirits or let it be the fruits of the spirits, it is for the benefit of the other. എന്നാൽ നാം ആത്മീയമായ നിലയിൽ അത് ചിന്തിക്കുമ്പോൾ ആത്മീക വരങ്ങളാകട്ടെ ആത്മീക ഫലമാകട്ടെ ഇതെല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയുള്ളതാണ്. But the plants or the weeds, they never think for others, they think only for themselves. എന്നാൽ കളകളാകട്ടെ കാട്ടുചെടികളാകട്ടെ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നില്ല, അവർ തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നത്. And that's why the size of their seeds or their fruits are very, very small and it is full of seeds. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചെടികളുടെ ഫലം എന്നുള്ളത് വളരെ ചെറുതായിരിക്കും. അത് മാത്രമല്ല ആ ഫലത്തിനുള്ളിൽ മുഴുവനും വിത്തുകളായിരിക്കും. And there will be no pulp, no flesh to eat. അതിൽ ഭക്ഷിക്കുവാൻ പാകത്തിന് ഈ കാമ്പ് ഉണ്ടാകുകയേ ചെയ്യുന്നില്ല, മാംസളമായ ഭാഗങ്ങൾ അതിനുണ്ടാകുകയെ കാണുകയില്ല. Have you ever or have any of you seen wild ladyfinger? നിങ്ങൾ ആരെങ്കിലും കാട്ടിൽ വളരുന്ന അല്ലെങ്കിൽ അങ്ങനെ വന്യമായ നിലയിലുള്ള ഒരു വെണ്ടയ്ക്കായ കണ്ടിട്ടുണ്ടോ? കാട്ടുവെണ്ടയ്ക്ക കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാട്ടുവെണ്ടയ്ക്ക ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Hands proof. Anybody who has seen? Have you seen wild brinjal? നിങ്ങൾ ആരെങ്കിലും കാട്ടുവഴുതനം കണ്ടിട്ടുണ്ടോ? Have you ever seen wild fig fruits? നിങ്ങൾ ആരെങ്കിലും കാട്ട് അത്തിപ്പഴം കണ്ടിട്ടുണ്ടോ? കാട്ടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? I think we have only seen dinars and reals and dollars and all. നമ്മളെല്ലാവരും ദിനാറുകളും റിയാലും ഡോളറും ഒക്കെ കണ്ടിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. We need to see that because God has really attracted my attention to these fruits and I went and checked it and saw it's full of seeds, no pulp at all. നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ദൈവം ഈ ഭാഗത്തിലേക്ക് എന്റെ ശ്രദ്ധയെ തിരിച്ചപ്പോൾ ഞാനത് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇവയിലൊക്കെയും അവയിൽ മാംസളമായ ഭാഗങ്ങൾ കുറവാണ്, മുഴുവനും അതിൽ വിത്തുകൾ മാത്രമാണുള്ളത്. So when you don't have to produce pulp, volume, size, it is very easy to produce. അങ്ങനെ നിങ്ങൾക്ക് മാംസളമായ ഭാഗങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടാത്തപ്പോൾ വലിയ അളവിൽ അതിനെ വലിയ നിലയിൽ ആ ഫലങ്ങൾ കായ്ക്കേണ്ടാത്തപ്പോൾ അതിന് വളരെ എളുപ്പം ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും. Do you know the secret why broiler chickens are able to build more flesh than the normal natural chicken? നിങ്ങൾക്ക് ഈ ഒരു വസ്തുത അറിയാമോ? എന്തുകൊണ്ടാണ് ബ്രോയിലർ ചിക്കന് വലിയ സൈസ് ഉണ്ടാകുവാൻ സാധിക്കുന്നത് സാധാരണ നാടൻ കോഴികളെ അപേക്ഷിച്ച്? The first reason is their feathers are white. ഒന്നാമത്തെ കാരണം എന്നുള്ളത് അവയുടെ തൂവലുകൾ വെളുത്തതാണ്. If you want to produce white feathers, you don't need to produce color and oil and shiny colors. നിങ്ങൾക്ക് ആ വെള്ള തൂവലുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അത് ആ നിലയിലുള്ള കളറുകളോ അല്ലെങ്കിൽ ആ നിലയിലുള്ള യാതൊന്നും തന്നെ അതിന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. When do we get white feathers? Not feathers, but I'm just joking. നമ്മൾക്ക് എപ്പോഴാണ് വെളുത്ത ആ നിലയിലുള്ള തൂവലുകൾ ആ അർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത്? When do we get? We get it when we become old. എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്കത് ലഭിക്കുന്നത് നാം പ്രായമാകുമ്പോഴാണ്. Because we are not able to produce enough nutrition or enough hormone to produce those ink and those shining oil. അതിന്റെ കാരണം എന്നുള്ളത് നാം പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആ നിലയിലുള്ള പോഷകങ്ങളും ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കഴിയാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്.
So genetically, a broiler chicken does not have to produce all these colors and oil. So that is converted as flesh in its body. അതുകൊണ്ട് ജനിതകമായി ഈ കോഴികളിൽ ഒന്നും തന്നെ അതിന് ആ നിറമോ അല്ലെങ്കിൽ അതിനാവശ്യമായ മറ്റു പദാർത്ഥങ്ങളോ സൃഷ്ടിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ തൂവലുകൾ വെള്ളയായിട്ട് തീരുന്നു. Its bones are very brittle or very soft. എന്നാൽ അതിന്റെ എല്ലുകൾ വളരെയധികം മൃദുവായതാണ്. So that way it needs very less calcium. അത് ആ നിലയിൽ അതിന് വളരെയധികം കുറച്ച് കാൽസ്യമേ ആവശ്യമുള്ളൂ. Now the another thing is that you might have noticed broiler chickens or their small chicks should be kept under bulb or lights, because the reason is they have very less number of feathers. നാം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രോയിലർ ചിക്കന്റെ കുഞ്ഞുങ്ങളെ എപ്പോഴും പ്രകാശത്തിന്റെ കീഴിൽ, ബൾബുകളുടെ കീഴിലാണ് സൂക്ഷിക്കേണ്ടത്. കാരണം അതിന്റെ ശരീരത്തിൽ തൂവലുകളുടെ എണ്ണം വളരെ കുറവാണ്. So it has less feather and that also helps it to build faster. അതുകൊണ്ട് അതിന് തൂവലുകൾ കുറവായതുകൊണ്ട് വളരെ വേഗത്തിൽ വളരുവാൻ അതിനെ സഹായിക്കുന്നു. The natural chicken, they can survive in the cold night outside on top of a tree, but a broiler chicken cannot survive, facing the seasonal temperature differences. ഒരു നാടൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വാഭാവികമായി തന്നെ ആ പുറമേ ഉള്ള കാലാവസ്ഥയെ അതിന് പിടിച്ചു നിൽക്കുവാനായിട്ട്, അതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിന് പുറത്തൊരു വൃക്ഷത്തിന്മേലും വസിക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു ബ്രോയിലർ ചിക്കൻ ആ നിലയിൽ സാധിക്കുകയില്ല. But I know that people and children in Gulf are more interested with the KFC and McDonald's. എന്നാൽ എനിക്കറിയാം ഗൾഫിലുള്ള ആളുകൾ, കുഞ്ഞുങ്ങൾക്കൊക്കെയും KFCയും മക്ഡൊണാൾഡും പോലെയുള്ള കാര്യങ്ങളാണ് വളരെയധികം ഇഷ്ടം. Do you know their chickens does not have feather at all? നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഇവിടെയൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ചിക്കനുകൾക്ക് അവരുടെ ശരീരത്തിൽ തൂവലുകളേ ഇല്ല. They have been brought in a special place. They will not be shown to the public. They don't have feather at all, so it helps them to grow even much faster. ഇതിനെ പ്രത്യേകമായ ഇടങ്ങളിലാണ് അവർ വളർത്തുന്നത്. അത് മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള കോഴികളുടെ ശരീരങ്ങളിൽ തൂവലുകളെ കാണുകയില്ല. അതുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ വളരുവാൻ സാധിക്കും. So what are we learning? Are we learning poultry farming or are we learning Bible? നാം എന്താണ് ചിന്തിക്കുന്നത്? നാം കോഴിക്കൃഷിയെ കുറിച്ചാണോ അതോ ബൈബിൾ ആണോ നാം പഠിക്കുന്നത്? We are learning the secret of the success, so-called success of wild plants or sin in our lives. നാം ഇന്ന് പഠിക്കുന്നത് കാട്ടുചെടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലുള്ള പാപം എത്രമാത്രം എങ്ങനെയാണ് വിജയകരമായ രീതിയിൽ അവർ ആ ഫലം കായ്ക്കുന്നത് എന്നുള്ള രഹസ്യമാണ് നാം പഠിക്കുന്നത്. We are actually struggling to bear fruit which is benefiting for the whole society, for the church and everybody. നാം നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ ഫലം കായ്ക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. It's because we want to produce not tomato, we don't want to produce a broiler chicken, but we are trying to produce the divine nature. അതിന്റെ കാരണം എന്നുള്ളത്, നാം ഒരു തക്കാളി ചെടിയല്ല അല്ലെങ്കിൽ തക്കാളിയല്ല ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, ഒരു ബ്രോയിലർ കോഴിയല്ല ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, നാം ഒരു ദിവ്യ സ്വഭാവമാണ് നമ്മിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. We are trying to produce the character of Christ. നാം ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നാം ആ നിലയിൽ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. So what we need to understand is that we need much more nutrition to produce these fruits which the Lord is demanding. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്നുള്ളത്, കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ഈ ഫലങ്ങൾ കായ്ക്കുവാൻ നമുക്ക് വളരെയധികം പോഷകങ്ങളുടെ ആവശ്യമുണ്ട്. The other group, the wild plants, does not need much nutrition. എന്നാൽ മറ്റു കൂട്ടം ആ കാട്ടുചെടികൾക്ക് ഈ നിലയിലുള്ള ഒരു പോഷകങ്ങളുടെ ആവശ്യമില്ല. So they can bear fruit fast.
അതുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ ഫലം കായ്ക്കുവാൻ സാധിക്കും. They don't want much soil. അവർക്ക് വളരെയധികം മണ്ണിന്റെ ആവശ്യമില്ല. They don't want much nutrition. അവർക്ക് ധാരാളം പോഷകങ്ങളുടെ ആവശ്യമില്ല. And the fourth thing is that you might have noticed the good plants are always attacked by pestilence and insects and fungicides and all, while the bad plants are never attacked. നാലാമത്തെ വസ്തുത എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഈ നല്ല ഫലങ്ങൾ ഉളവാക്കുന്ന ചെടികളെയാണ് കൂടുതലായിട്ട് പ്രാണികളും അതുപോലെ കീടങ്ങളും ആക്രമിക്കുന്നത്. കാട്ടുചെടികളെ ഒന്നും തന്നെ ഒരിക്കലും ഇതൊന്നും ആക്രമിക്കാറില്ല. Why? എന്തുകൊണ്ടാണിത്? Because even for the pesticides, even for the insects, they don't have anything to eat from these wild plants. അതിന്റെ കാരണം എന്നുള്ളത് ഈ പ്രാണികൾക്ക് പോലും ഈ കീടങ്ങൾക്ക് പോലും ഈ കാട്ടുചെടിയിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. The moment you plant something good, everything comes and attacks. The truth is, this one which is attacked is eatable. Bioavailability is there in it. നിങ്ങൾ ഏത് നിമിഷം ഇങ്ങനെയുള്ള ഒരു ചെടി നടുന്നുവോ ആ സമയത്തു തന്നെ 4 ഭാഗത്തു നിന്ന് ഇതിനെ ആക്രമിക്കുവാനായിട്ട് കീടങ്ങളും പ്രാണികളും കടന്നു വരും. അതിന്റെ കാരണം എന്നുള്ളത് ഇവയിൽ ഭക്ഷ്യയോഗ്യമായ അതിന് പോഷകം ലഭിക്കുവാൻ യോഗ്യമായത് ചിലത് ഈ ചെടിയിലുണ്ട് എന്നുള്ളതാണ്. Now you know why believers are attacked the most. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് വിശ്വാസികൾ കൂടുതലായി ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്. Or in other words, now you know why children rush towards their mother, because from the mother they would get nutrition. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരുടെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നത്. കാരണം അമ്മയിൽ നിന്നാണ് അവർക്ക് ധാരാളം പോഷണം ലഭിക്കുന്നത്. What I mean to say is that these are the secrets of high success of sin and wild plants, while these are the secrets why believers struggle to bear fruit. ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത് ഒരു കാട്ടുചെടിയുടെ ആ നിലയിലുള്ള ഒരു ചെടിയുടെ വിജയത്തിന്റെ രഹസ്യം ഇതാണ്. അതേസമയം തന്നെ ഒരു നല്ല ഫലം കായ്ക്കുന്ന ഒരു വിശ്വാസിയുടെ മേലുള്ള ആക്രമണത്തിന്റെയും രഹസ്യം ഇതാണ്. Now I am going to say something very, very important. ഇപ്പോൾ ഞാൻ നിങ്ങളോട് വളരെയധികം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറയുവാൻ പോകുകയാണ്. If I have to bear the fruit of the Spirit, എനിക്ക് ആത്മാവിന്റെ ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ I have to nourish myself in a consistent, regular way. എന്നെ തന്നെ സ്ഥിരമായ നിരന്തരമായി എന്നെ പരിപോഷിപ്പിച്ചേ മതിയാകുകയുള്ളൂ. Spiritual nourishment is a must. ആത്മീകമായ ഒരു പരിപോഷണം അത്യന്താപേക്ഷിതമാണ്. I cannot bear fruit like the world is bearing, because my fruit is big in volume, my fruit is nourishing, my fruit needs time and nourishment. എനിക്ക് ഒരു ലോകക്കാർ കായ്ക്കുന്നത് പോലെ ഒരു ഫലം എനിക്ക് കായ്ക്കുവാൻ സാധിക്കില്ല. കാരണം എന്റെ ഫലം എന്നുള്ളത് അത് വലിപ്പമേറിയതാണ്, അതിൽ പോഷണമുള്ളതാണ്, മറ്റുള്ളവർക്ക് അത് പ്രയോജനമുള്ളതാണ്. You see, a wild lady finger is of only this much size. The finger which I am showing, less than the half size of a lady of this little finger is the size of a lady finger, of a wild lady finger. It's 11 o'clock. നിങ്ങൾക്കറിയാമോ ഒരു കാട്ട് വെണ്ടയ്ക്കായുടെ നീളം വലിപ്പം എന്നുള്ളത് നമ്മുടെ ചെറുവിരലിന്റെ പകുതിയോളം മാത്രം വരുന്ന വലിപ്പമേ അതിനുള്ളൂ. But the real lady finger is far bigger than our hand, our fingers. എന്നാൽ യഥാർത്ഥമായിട്ട് ഭക്ഷ്യയോഗ്യമായ ഒരു വെണ്ടയ്ക്കായുടെ വലിപ്പം എന്നുള്ളത് നമ്മുടെ കൈയേക്കാൾ വലിയ നീളമാണ് അതിനുള്ളത്. A good brinjal can weigh near to 250 grams. ഒരു നല്ല വഴുതനങ്ങ ഏകദേശം 1/4 കിലോയോളം തൂക്കമുണ്ടാകും. But a wild brinjal will weigh less than 50 grams. എന്നാൽ ഒരു കാട്ടുവഴുതന കേവലം 50 ഗ്രാമിൽ താഴെ മാത്രമേ അതിന് തൂക്കമുണ്ടാകുകയുള്ളൂ. So if a brinjal want to bear its fruit, it need lot of soil, lot of nourishment and lot of time. ഒരു വഴുതനങ്ങ നല്ല നിലയിൽ ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് ധാരാളം മണ്ണ് വേണം, ധാരാളം പോഷണം വേണം, അധികം സമയവും അതിനാവശ്യമാണ്. If you understand this fact,
ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, then you will nourish yourself with spiritual nourishment and will know that you will take time to bear godly divine nature. നിങ്ങൾ തീർച്ചയായിട്ടും ആത്മീകമായ പരിപോഷണത്താൽ നിങ്ങളെ പരിപോഷിപ്പിക്കുകയും നിങ്ങൾ ദിവ്യമായ ഒരു സ്വഭാവം, ദിവ്യമായ ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ ആ നിലയിൽ നിങ്ങളെ പാകമാക്കിയെടുക്കുകയും ചെയ്യും. No, what I mean is that you will know to bear divine fruit, time is required. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഒരു ദിവ്യമായ ഒരു ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമുക്ക് സമയം ആവശ്യമാണ്. That means you cannot bear fruit by one Bible class. ഒരു ബൈബിൾ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കില്ല എന്നതാണ് അതിന്റെ അർത്ഥം. You cannot bear fruit with 10 Bible class. 10 ബൈബിൾ ക്ലാസുകൾ കൊണ്ട് നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. You need to give much time, morning and evening, nourishing yourself, living with the Lord. It takes time to bear a superhuman fruit, which is love, joy, peace, and long suffering, etc. നിങ്ങൾ മനസ്സിലാക്കണം, ആ നിലയിൽ ഒരു ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങൾ ധാരാളം സമയം, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങളെ തന്നെ പരിപോഷിപ്പിച്ചുകൊണ്ട് സമയമെടുത്തുകൊണ്ടായിരിക്കുന്നുവെങ്കിൽ മാത്രമേ അതിമാനുഷികമായ ആ ദിവ്യ ഫലം, ആ സന്തോഷവും സ്നേഹവും സമാധാനവും എന്ന ഫലം കായ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. In this world also, you consider education. നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസം തന്നെ ചിന്തിച്ചു കൊള്ളുക. A simple class, 10th or 11th or 12th, you need only 1 year each. 10ഓ 11ഓ 12ഓ ക്ലാസ്സിന് നിങ്ങൾക്ക് 1 വർഷം മാത്രമേ ആവശ്യമുള്ളൂ. For diploma, you may take 1 or 2 years. ഒരു ഡിപ്ലോമയ്ക്ക് 1ഓ 2ഓ വർഷം എടുത്തേക്കാം. For degree, you may take 2 to 3 years. ഒരു ബിരുദത്തിന് നിങ്ങൾക്ക് 2 മുതൽ 3 വരെ വർഷം ആവശ്യമുണ്ട്. But if you want to become a good doctor, you may take from 8 to 12 years. നിങ്ങൾ ഒരു നല്ല ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങൾക്ക് 8 മുതൽ 12 വരെ വർഷം ആവശ്യമാണ്. To become an IAS officer, I have heard that after studying MSc and being a lecturer in the college, the man who spoke to me, he said, for 2 years, consistently, he learned for 16 hours and then he became an IAS officer. നിങ്ങളൊരു IAS ഓഫീസർ ആകണമെങ്കിൽ MSc പഠിച്ചതിന് ശേഷം ലെക്ചറർ ആയിരുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, 2 വർഷക്കാലം എല്ലാ ദിവസവും 16 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് IAS ഓഫീസർ ആകുവാനായിട്ട് സാധിച്ചത്. The bigger the fruit, the more time and nourishment and effort is required. ആ ഫലത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സമയവും കൂടുതൽ പരിപോഷണവും കൂടുതൽ അധ്വാനവും ആവശ്യമാണ്. Why I said this is we get disappointed very fast when we are not able to live a exemplary spiritual life. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? പലപ്പോഴും നമുക്കൊരു മേന്മയേറിയ ഒരു വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം നയിക്കാൻ വരാതെ കഴിയാതെ സാധിച്ചിരിക്കുമ്പോൾ നാം പലപ്പോഴും നിരാശരായി തീരാറുണ്ട്. But a CA, a person who want to pass CA is willing to fail 4 to 5 times. എന്നാൽ ഒരു CA പാസ്സാകുവാൻ അല്ലെങ്കിൽ CA എടുക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരാൾ 4ഓ 5ഓ പ്രാവശ്യം പരാജയപ്പെടുവാൻ പോലും തയ്യാറാണ് ആ പരീക്ഷയിൽ. You know, the whole world may get disappointed. The man will still write another CA exam. ഈ ലോകം മുഴുവൻ ഈ കാര്യത്തിൽ നിരാശനായിരുന്നാലും ആ പരാജയപ്പെട്ട വ്യക്തി ഒരു പ്രാവശ്യം കൂടി ആ CA പരീക്ഷ എഴുതുവാനായിട്ട് താല്പര്യപ്പെടും. Dear brethren, now you know how much effort you have to put to become like the Lord. Of course, it is the Lord who will help you by His Spirit, but you have to nourish. You have to nourish, and that nourishing is from your personal meditation and prayer and commitment. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്തുമാത്രം അധ്വാനമാണ് നമുക്ക് ആവശ്യമുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കുമെങ്കിൽ തന്നെയും നാം വ്യക്തിപരമായിട്ട് നമ്മെ തന്നെ പരിപോഷിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ നിലയിൽ ഒന്ന് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. That's why youngsters, you even see your own parents are not yet producing the expected fruit.
അതുകൊണ്ടാണ് യൗവനക്കാരെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലം കായ്ക്കുന്നത് കാണുവാൻ സാധിക്കാത്തത്. That's why you're not able to see the expected fruit in evangelists, in elders, in deacons, in believers. അതുകൊണ്ടാണ് പലപ്പോഴും സുവിശേഷകന്മാരിൽ നിന്നും മൂപ്പന്മാരിൽ നിന്നും ശുശ്രൂഷകന്മാരിൽ നിന്നും വിശ്വാസികളിൽ നിന്ന് പോലും പ്രതീക്ഷയ്ക്കൊത്ത ഫലം കാണുവാനായിട്ട് സാധിക്കാത്തത്. Because this is a big thing and it needs much time and the help of the Lord. Once you understand that, you will not be disappointed. കാരണം ഇത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിന് ധാരാളം സമയം ആവശ്യമുണ്ട്. കർത്താവിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അത് നാം മനസ്സിലാക്കിയാൽ നാം നിരാശരായി പോവുകയില്ല. Now, one last thing you need to understand over there is, അവസാനമായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്, you know, think that continuously you were taking care of a good plant. നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു നല്ല ഒരു ചെടിയെ നിങ്ങൾ പരിപാലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. But for 1 week you did not care for it. എന്നാൽ ഒരാഴ്ച നിങ്ങൾ അതിനെ വേണ്ട നിലയിൽ പരിപാലിച്ചില്ല. After 1 week you will find the plant is dead. ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ കാണുവാൻ സാധിക്കും ആ ചെടി വാടിപ്പോയി. What I mean to say is that the thing which we develop within us cannot be thrown away for, you know, now exam is going on, so I don't pray. Now I am busy with night duty and overtime and coronavirus, so I don't read the word of God. And then after 6 months when you come, you are completely spoiled. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്നുള്ളത് ഒരിക്കലും നാം നമ്മിൽ തന്നെ വളർത്തിയെടുത്ത ആ കർത്താവുമായുള്ള സമയത്തിന്റെ ആ സ്വഭാവം നമുക്കൊരിക്കലും ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് പരീക്ഷയായിരുന്നു, അല്ലെങ്കിൽ ജോലിയുടെ തിരക്കായിരുന്നു, കൊറോണ വൈറസ് ആയിരുന്നു എന്ന് പറഞ്ഞ് നാം ഒഴിവാക്കിയാൽ ഒരു 6 മാസത്തിന് ശേഷം നാം മടങ്ങി വരുമ്പോൾ നമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ആ ഒരു വളർച്ചയുടെ അനുഭവം ഇല്ലാതെ പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. You know, about muscle building, I have heard like this. നമ്മുടെ മസിലുകൾ വളർത്തുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. If you want to build muscle, you have to work 6 to 8 weeks, one particular muscle. നിങ്ങൾ ഒരു പ്രത്യേകമായ പേശി നിങ്ങൾക്ക് വളർച്ച ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പേശിയിൽ നിങ്ങൾ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ നിങ്ങൾ അതിന്മേൽ നിങ്ങൾ അധ്വാനിച്ചേ മതിയാകുകയുള്ളൂ. 8 weeks consistent good nourishment, good exercise, good sleep, then only you will be able to build some muscle. 8 ആഴ്ചക്കാലം നല്ല നിലയിൽ പരിപോഷണവും നല്ല വ്യായാമവും നല്ല ഉറക്കവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രത്യേകമായ പേശിയെ നിങ്ങൾക്ക് വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. But എന്നാൽ if you take 2 weeks of rest, you will lose 50% of the muscle you built. നിങ്ങൾ 2 ആഴ്ചക്കാലം ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒന്ന് വിശ്രമം എടുത്താൽ അന്ന് വരെ നിങ്ങൾ വളർത്തിയെടുത്ത ആ പേശിയുടെ 50% നിങ്ങൾക്ക് നഷ്ടമാകും. Are you getting the point? നിങ്ങൾ അതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുവോ? That means 8 weeks of hard work, 2 weeks you will lose 50%. നിങ്ങൾ അതിന്റെ അർത്ഥം എന്നുള്ളത് 8 ആഴ്ച നിങ്ങളുടെ കഠിന അധ്വാനം എന്നാൽ 2 ആഴ്ചത്തെ വിശ്രമം നിങ്ങളുടെ അധ്വാനത്തിന്റെ 50% നഷ്ടമാക്കും. The problem with the new modern generation believers is that we are not consistent with our nourishing part. ഇന്നത്തെ പുതുതലമുറയിലെ വിശ്വാസികളുടെ ഒരു പ്രശ്നം എന്നുള്ളത് നാം ഈ നിലയിൽ പരിപോഷിപ്പിക്കുന്നതിൽ നാം തുടർമാനമായ ഒരു പ്രക്രിയ പുലർത്തുന്നില്ല. We don't understand the requirement of it. We think it is easily possible to bear fruit. നാം അതിന്റെ ആവശ്യകത മനസ്സിലാകുന്നില്ല. നാം കരുതുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫലം കായ്ക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. No, the weeds can do it, but we will not be able to do it. പ്രിയമുള്ളവരെ, അങ്ങനെ സാധിക്കുകയില്ല. കളങ്ങൾക്ക് അത് സാധിക്കും, എന്നാൽ നമുക്കത് സാധിക്കുകയില്ല. So that is what we need to learn. അതാണ് നാം പഠിക്കേണ്ട കാര്യം എന്നുള്ളത്. Will you take a decision tonight? ഇന്ന് രാത്രികാലം നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമോ? That I will be consistent in my nourishing part, and I believe it takes time to build a fruit within me. I will give that required this fruit within me.
ഞാൻ തുടർമാനമായി സ്ഥിരമായി എന്നെ തന്നെ തിരുവചനത്തെ അല്ലെങ്കിൽ ആത്മാവിൽ പരിപോഷിപ്പിക്കുന്നതിന് ഞാൻ ഒരു തീരുമാനമെടുക്കുമെന്നും ആ ഒരു ഫലം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നിൽ ഫലം ഉളവാകുവാൻ ഒരു സമയം എടുക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള ആ ഒരു തീരുമാനം നാം എടുക്കുമോ? If you commit this with this understanding, God will surely bring or give you success in your spiritual life. നിങ്ങൾ ആ നിലയില് ഇതൊരു കാര്യം വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ ഒരു വിഷയത്തിന്മേൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. This is true even about dieting. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണക്രമം നാം അതിനെ ക്രമീകരിക്കുന്നതിനെയും ഇത് സത്യം തന്നെയാണ്. Some people, they want to reduce their weight. ചിലർക്ക് തങ്ങളുടെ ഭാരം കുറയ്ക്കണമെന്നുണ്ട്. And then they will be strict with dieting for 2 weeks. അവർ വളരെ കർശനമായിട്ട് അവരുടെ ഭക്ഷണത്തെ ക്രമീകരിക്കും 2 ആഴ്ചത്തേക്ക്. And the 3rd week they will compensate all of it. എന്നാൽ 3ാമത്തെ ആഴ്ച അത്രയും നാളും ക്രമീകരിച്ചതിനെല്ലാം അവർ പരിഹാരം കാണും. And you never reduce weight. അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാരം കുറയ്ക്കുവാൻ പോകുന്നില്ല. That is the same experience many of us have in spiritual realm too. ആത്മീയ തലത്തിലും ഇതേ അനുഭവം തന്നെയാണ് നമ്മിൽ പലർക്കും ഉള്ളത്. So I brought you farming. ഞാൻ നിങ്ങളുടെ മധ്യയിലേക്ക് കൃഷി കൊണ്ടുവന്നു. I brought for you poultry farming. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കോഴി വളർത്തൽ, കോഴി കൃഷി കൊണ്ടുവന്നു. I brought bodybuilding. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കായിക അധ്വാനം അല്ലെങ്കിൽ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഞാൻ കൊണ്ടുവന്നു. I brought education. വിദ്യാഭ്യാസം നിങ്ങളുടെ മധ്യയിലേക്ക് കൊണ്ടുവന്നു. And now we have dieting. ഇപ്പോൾ നമ്മളുടെ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെ പറ്റിയും ഞാനിപ്പോൾ നിങ്ങളുടെ മധ്യയെ കൂട്ടിക്കൊണ്ടുവന്നു. The Lord has given the whole world as an example to bear wonderful fruits. You need to nourish and be consistent so that the Lord can work within you. നാം നല്ല നിലയിൽ ഫലം കായ്ക്കേണ്ടതിനു വേണ്ടി ദൈവം നമ്മുടെ ചുറ്റുമുള്ള ഈ മുഴു ലോകത്തെയാണ് നമുക്ക് മുൻപിൽ ഉദാഹരണമായിട്ട് കാട്ടിത്തന്നത്. അതിന്റെ കാരണം എന്നുള്ളത് നാം ശ്രേഷ്ഠമായ ഒരു ഫലം കായ്ക്കുന്നതിനു വേണ്ടി. We learn this wonderful lesson not only by the help of good plants but by the help of bad plants too. ഈ ഏറ്റവും മികച്ച ഈ പാഠം നാം പഠിക്കുന്നത് നല്ല ചെടികളുടെ ഉദാഹരണത്തോടു കൂടി മാത്രമല്ല, ആ കാട്ടുചെടികളുടെ ആ ഉദാഹരണത്തോടും കൂടിയാണ്. The Lord help you and bless you, and you can commit your lives and hope that in the days coming God will enable you to bear these wonderful fruits. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വരുന്ന ദിവസങ്ങളിൽ ശ്രേഷ്ഠകരമായ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കുമാറാകട്ടെ. Lord's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Thank you, Sunny brother. Welcome.